ഓം ഗുരുവായൂരപ്പായ നമഃ. ഓം ഗുരുവായൂരപ്പായ നമഃ. ഓം ഗുരുവായൂരപ്പായ നമഃ. എല്ലാ ഗുരുവായൂർ ഭക്തർക്കും പ്രണാമം, കോടിക്കോടി പ്രണാമം. നമ്മൾ ഒന്നാം പാദം ജപിച്ചിട്ടു, അതെല്ലാവരും കേട്ടു, അത് വളരെ സന്തോഷമുണ്ട്. രണ്ടാമത്തെ പാദമാണ് നമ്മൾ ജപിക്കാൻ പോകുന്നത്. എല്ലാവരും ഈ ജപത്തിൽ പങ്കുചേരുകയും കൂടെ ജപിക്കണം എന്നൊരു വിനീതമായ അപേക്ഷയും ഉണ്ട്. ജപം കലിയുഗത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യമാണെന്ന് നമ്മുടെ ഋഷിവര്യന്മാരൊക്കെ പറയുന്നുണ്ട്. അപ്പം ജപിക്കുന്നത് കൊണ്ട് മനസ്സ് ശുദ്ധമാകും. മനസ്സ് ശുദ്ധമാകുന്നത് കൊണ്ട് ശുദ്ധമായ കാര്യങ്ങൾ ഗ്രഹിക്കാൻ സാധിക്കും. ശുദ്ധമായ കാര്യങ്ങൾ ഗ്രഹിച്ചാൽ ബുദ്ധി അത് വേണ്ട രീതിയിൽ പ്രയോഗിച്ച് നമ്മൾക്ക് ഒരു സന്തോഷമായ ലെവലിലേക്ക് എത്താൻ പറ്റും. ഏത് പ്രശ്നത്തിൽ ചെന്ന് കുരുങ്ങിയാലും നമ്മൾ ഒരിക്കലും കുരുക്കിൽ ചെന്ന് വീഴില്ല. ഏതൊരു പ്രശ്നത്തിൽ ചെന്ന് വീണാലും ആ പ്രശ്നത്തിൽ നിന്ന് പുറത്തു കിടക്കാനായിട്ടുള്ള ഒരറിവ് നമുക്കുണ്ടാകും. അതുകൊണ്ട് ഭഗവാൻ തന്നെ പറയും, ഉദ്ധരേതാത്മനാത്മാനം നാത്മാനം അവസാധയേത് ആത്മൈവഹ്യാത്മനോ ബന്ധു ആത്മൈവ രിപുവാത്മനാ. ഉദ്ധരേതാത്മനാത്മാനം, ഉദ്ധരിപ്പിക്കാൻ, അവനവനെ തന്നെ ഉയർത്താൻ എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? തൻ്റെ ഉള്ളിലുള്ള വേണ്ടാത്ത ചിന്തകളെ എടുത്തു കളഞ്ഞ് നല്ല ചിന്തയിലേക്ക് മനസ്സിനെ സ്വയം ഉയർത്തണം എന്നാ പറയുന്നത്. ആർക്കും സാധിക്കുന്ന കാര്യമല്ല. ഇത് പറഞ്ഞു തരാനേ ഗുരുക്കന്മാർക്ക് സാധിക്കുള്ളൂ. പക്ഷേ ഉയർത്തുവാൻ നമ്മൾക്ക് മാത്രമേ സാധിക്കുള്ളൂ എന്ന് ആരാ പറയുന്നത്? കൃഷ്ണ ഭഗവാൻ സാക്ഷാൽ ഉത്തരേന്ത്യയിൽ മധുരയിൽ കാരാഗ്രഹത്തിൽ ജനിച്ച സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനാണ് ഇത് പറഞ്ഞു തരുന്നത്. ഭഗവത്ഗീതയിലെ ശ്ലോകമാണ്, 5-ാം അധ്യായത്തിൽ 6-ാമത്തെ ശ്ലോകം എന്നാണ് എൻ്റെ ഓർമ്മ. എന്തായാലും ഈ ശ്ലോകം എത്ര രിപു ആത്മന, നിന്റെ ശത്രുവും മിത്രവും ഒക്കെ, രിപു എന്ന് പറഞ്ഞാൽ ശത്രു നീ തന്നെയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഉദ്ധരേതാത്മന അവസാധയെ, അവനെ തന്നെ ഞാൻ കൊള്ളുകയില്ലാത്ത ഒരു മനസ്സിന്റെ ഉടമ, എനിക്ക് കഴിവില്ല എന്ന് സ്വയം താഴ്ത്തി കെട്ടരുത്. നമ്മൾക്ക് കഴിവുണ്ട്, നമ്മൾക്ക് ജ്ഞാനമുണ്ട്. ഈ ജ്ഞാനത്തിലേക്ക് വരാൻ പ്രാപ്തിയുള്ള ഒരു മാർഗം കിട്ടിയാൽ മതി എന്ന് തിരിച്ചറിവ് കൊണ്ട് നടക്കുന്ന ഒരാളായി തീരാൻ ഭഗവാൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഞാൻ ആ ഭാഗത്തിലേക്കൊക്കെ ഇപ്പോൾ വരുന്നില്ല. നമ്മൾക്ക് ഇവിടെ 2-ാം പാദമാണ് ജപിക്കേണ്ടത്. അതുകൊണ്ട് 2-ാം പാദം നമുക്ക് ജപിക്കാം. കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ രാമ രാമ കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ വൃഷ്ണിവംശോത്ഭവ കൈതൊഴുന്നേ. അച്യുതന്റെ ഗുണം കേട്ടാവോളം ഇച്ച മറ്റൊന്നിലും കൈവരാ നിർണയ വിശ്വനാഥോദയം കേൾപ്പതിന്നും മഹാപാപികൾക്കെത്തുമോ കൃഷ്ണ രാമ ഹരേ. ആഭിമുഖ്യം വരും പുണ്യപൂരത്തിനാലാധിനാഥൻ കൃപാലേശമുള്ളോർക്കുടെ ശാപമുണ്ടായ ശേഷം പരീക്ഷിത്തിനങ്ങേശിപോൽ പണ്ടതും കൃഷ്ണ രാമ ഹരേ. കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ രാമ രാമ കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ വൃഷ്ണിവംശോത്ഭവ കൈതൊഴുന്നേൻ. ഇന്ദ്രപൻ പാണ്ഡവന്മാരുടെ പൗത്രനാം ഭാരതേ സങ്കരേ മാതൃഗർഭസ്ഥിതൻ വന്ന ബ്രഹ്മാസ്ത്ര തേജസ്സു തട്ടാതെ ശ്രീ കൃഷ്ണനാൽ പാലിതൻ കൃഷ്ണ രാമ ഹരേ. ഈശ്വരാധീനമെന്നോർത്തു വിശ്വനൃപൻ വിശ്വസിച്ചു തഥാ തൽപദാം ഭോരുഹം വിശ്വരക്ഷാവിദോ
വിഷ്ണുവെന്നിത്ര നന്നാരുമോർത്തില്ലകോ കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ രാമ രാമ കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ വൃഷ്ണിവംശോത്ഭവ കൈതൊഴുന്നേൻ. ഉത്തമൻ ദിഗ്ജയെ പണ്ടു ദുഷ്ടൻ കലിവധ്യനല്ലെന്നുറച്ചു ഗുണഗ്രാഹിത ഇത്ര നന്നു യുഗം നാമ സങ്കീർത്തനാൽ മുക്തനവാൻ ദൃഢം കൃഷ്ണ രാമ ഹരേ ഊഢമോദേന നായാട്ടിനായി പോയവൻ കാട്ടിലെങ്ങും നടന്നാർത്തിദാഹങ്ങളാൽ ആശ്രമേ ചെന്നു കണ്ടാൽ മുനി പ്രൗഢനെ ധ്യാനമാർഗസ്ഥിതം കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ രാമ രാമ കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ വൃഷ്ണിവംശോത്ഭവ കൈതൊഴുന്നേൻ. എത്രയും കള്ളനത്ര മഹായോഗി പോലിത്ര വെള്ളം കൊടാദാഹമുള്ളോർക്കിവൻ യുദ്ധമുള്ളിൽ ക്രുത്ത ചത്ത പാമ്പൊന്നെടുത്തിട്ടവൻ മെയ്യിലെ കൃഷ്ണ രാമ ഹരേ ഏറ്റവും കോപം ഉൾക്കൊണ്ടുതൻ പുത്രനങ്ങൂറ്റമായൊരു ശാപം കൊടുത്തു ബലാൽ ധൂർത്തനാം ഭൂപനെ തക്ഷകൻ താൻ കടിച്ചിടുമേഴാന്തിനെ കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ രാമ രാമ കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ വൃഷ്ണിവംശോത്ഭവ കൈതൊഴുന്നേൻ. ഐഹികം തന്നുള്ളുള്ള ആഗ്രഹം പോക്കുവാൻ ഈശ്വരൻ താൻ വരുത്തി നൃപനിക്രിയ അപ്പോഴേ താൻ പിഴച്ചെന്നു തദ്ബാലകൻ തൽപുരം പുക്കുപോൽ കൃഷ്ണ രാമ ഹരേ ഒന്നുകൊണ്ടൊന്നു മുക്കിന്നി വയ്യാ വിപത്തിന്നു തന്നെ വരുത്തേണമേ തൽഫലം ഇന്നു ഞാൻ നിന്ദ്യനാകാനഹോ കാരണം ശാപശക്തി ബദ കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ രാമ രാമ കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ വൃഷ്ണിവംശോത്ഭവ കൈതൊഴുന്നേൻ. ഓർത്തിവണ്ണം തപിക്കും വിധൗ ഭൂമിതൻ ശാപമാകർണ്യകർണാഗതം തൽക്ഷണം തീർത്തു വെച്ചാൽ ത്രിലോകത്തിലുള്ള ആഗ്രഹം പാർത്ഥവൻ ശോദ്ഭവൻ കൃഷ്ണ രാമ ഹരേ ഔരസേ വെച്ചു ഭൂരക്ഷയാം ഭാരവും മാനസേ വെച്ചു ഗോവിന്ദ പാദാബ്ജവും ചാരുഗംഗാതടം പുക്കിരുന്നീടിന ചേരുവാൻ തൊൽപദം കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ രാമ രാമ കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ വൃഷ്ണിവംശോത്ഭവ കൈതൊഴുന്നേൻ. അക്ഷണം വന്ന നാനാമുനി പ്രൗഢരെ സൽക്കരിച്ചാശു വന്നിച്ചിരുത്തി നൃപൻ തുൾച്ചിലമ്പമ്പുനി ശ്രേഷ്ഠനാ ശ്രീശുകൻ തത്ര വന്നു തഥാ കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ രാമ രാമ കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ വൃഷ്ണിവംശോത്ഭവ കൈതൊഴുന്നേൻ. കൃഷ്ണരാമാദിനാമങ്ങളോതായിലോ നിഷ്ഫലം ബ്രഹ്മജന്മം ലഭിച്ചാലതു വിഷ്ണു ലോകം ഗമിക്കും മഹാനീജനും വിഷ്ണു സൽകീർത്തനാൽ കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ രാമ രാമ കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ വൃഷ്ണിവംശോത്ഭവ കൈതൊഴുന്നേൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരി ഓം തത്സത് ഹരി ഓം തത്സത് ഹരി ഓം തത്സത്.